ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നടി അൻസിബ നൽകിയ പരാതിയിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. തനിക്കെതിരെ അപവാദ പ്രചാരണവും നടത്തുന്നുവെന്ന് കാണിച്ച് പാലാരിവട്ടം പോലീസിലാണ് അൻസിബ പരാതി നൽകിയത്. അൻസിബയ്ക്കും പരാതിയിൽ പറഞ്ഞിരിക്കുന്നവർക്കും മൊഴി നൽകാൻ ഹാജരാകണമെന്ന് കാണിച്ച് പോലീസ് നോട്ടീസ് അയച്ചേക്കും. ലിഡിയ ജേക്കബിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും അൻസിബയ്ക്കെതിരെ കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അതിൽ വ്യക്തിഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയത് അൻസിബ. രണ്ടാം പരാതിയാണ് അൻസിബയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ പരാതിയിൽ അതിവേഗ നടപടിയിലേക്കെന്നാണോ? ഒപ്പം ഇന്നലെ രാത്രിയിൽ അൻസിബയുടേതായി വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മുതിർന്ന താരങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ട് അവർ പോലും ഒപ്പം നിന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അഡ്ഹോക് കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നവരെ തന്നെ പേര് പറയാതെ വിമർശിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വന്നിരുന്നു. ഗോകുൽ, തീർച്ചയായും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ അൻസിബ ഹസൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വീണ്ടും പോലീസിനെ സമീപിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മിപ്രിയക്കെതിരെയും ശ്വേതാ മേനോനെതിരെയുമാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതായത് തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, അശ്ലീല പ്രചരണങ്ങൾ നടത്തുന്നു, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മോശം കഥകൾ തന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പാലാരിവട്ടം പോലീസിൽ അൻസിബ ഹസൻ പരാതി നൽകിയിരിക്കുന്നത്. അതൊരു ഈയൊരു ലക്ഷ്മിപ്രിയ നൽകിയ ഒരു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വീണ്ടും ഒരു പരാതിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഇന്റർവ്യൂവിലുടനീളം അൻസിബയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ലക്ഷ്മിപ്രിയ നടത്തുന്നത് എന്നുള്ളതാണ് പരാതി. പ്രത്യേകിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ അശ്ലീലം അൻസിബയെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു, മദ്യപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അൻസിബയെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് നിലവിൽ അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇതിൽ പോലീസ് അൻസിബയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയേക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പരാതികളിലൊക്കെ പോലീസിന്റെ നടപടി അത്തരത്തിലായിരുന്നു. പരാതിക്ക് ശേഷം ഇത്തരത്തിൽ പോലീസ് മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ അൻസിബ മുതിർന്ന താരങ്ങൾക്കെതിരെ അടക്കം വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. ഇന്നലെ രാത്രിയാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ്. മുതിർന്ന താരങ്ങൾ പോലും തന്റെ കൂടെ നിന്നില്ല, തന്റെ പരാതി പരിഗണിച്ചില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അഡ്ഹോക് കമ്മിറ്റിയിലെ അടക്കം ആളുകൾ, വളരെ മുതിർന്ന താരങ്ങൾ അഡ്ഹോക് കമ്മിറ്റിയിലുണ്ട്, അത്തരത്തിലുള്ള താരങ്ങൾ പോലും തന്റെ പരാതി അത് വേണ്ട രീതിയിൽ കേട്ടില്ല, തന്റെ ഒപ്പം നിന്നില്ല എന്നുള്ള വലിയ പരാതി അൻസിബയ്ക്കുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പറഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും അൻസിബ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അഡ്ഹോക് കമ്മിറ്റി കൂടി വളരെ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുകയാണ്. വളരെ പെട്ടെന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്താം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അതിനുള്ള ചർച്ചകളും തിരക്കിട്ട ഒരുക്കങ്ങളും കൂടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അൻസിബ മത്സരിക്കാനില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തനിക്ക് ഇനിയും അതിനുള്ള ശക്തിയില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ അൻസിബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം അൻസിബയ്ക്കെതിരെ അടക്കം ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അമ്മയിലെ മറ്റുള്ള ആളുകൾക്കെതിരെ അടക്കം ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും രംഗത്ത് വരാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ശ്വേതാ മേനോൻ ഇന്നലെ വാർത്താ സമ്മേളനം അറിയിച്ചിരുന്നു, പക്ഷേ അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് മാറ്റിവെച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ള വാർത്ത കൂടിയുണ്ട്. വരും ദിവസങ്ങളിൽ അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു അമ്മയിലെ പോര് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ, ഒപ്പം പൊട്ടിത്തെറികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ അത് അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വരും ദിവസങ്ങളിൽ അടക്കം കാണാൻ സാധിക്കുന്നത്. ശരി ലിഡിയ, സംഘടനയ്ക്കുള്ളിൽ കണക്കും അല്ലെങ്കിൽ കമ്മിറ്റിക്കെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ ആണെങ്കിൽ പുറത്ത് നടക്കുന്ന അംഗങ്ങൾ തമ്മിലുള്ള നിയമ പോരാട്ടമാണ് പരാതി, പോലീസ്, അങ്ങനെ ഈ അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പുറത്തും അകത്തും അതങ്ങനെ സജീവമാവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വിപ്ലവകരമായ മാറ്റം അമ്മയിൽ വരുമെന്നും സ്ത്രീകൾ അതിനെ നയിക്കുമെന്നും വലിയ മാറ്റങ്ങൾ അതോടുകൂടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും തമ്മിലടി കാരണം ഇപ്പോൾ സംഘടന തന്നെ പ്രവർത്തിക്കാനാകാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.